ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അയാൾ ഈ ഇൻട്രസ്റ്റോട് കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. വൈകാതെ തന്നെ അത് ഫ്ലോപ്പ് ആവുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? അധികം ആളുകളും കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ നിന്ന് കാണുന്നത് പോലെയാണ് ഈ ബിസിനസ് എന്നാണ് അധികം ആളുകളും കരുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ കരുതി ബിസിനസ്സിലേക്ക് ചേരുന്ന ആളുകൾ അധികം ആളുകളും ആദ്യം തന്നെ ഫ്ലോപ്പായി പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മടി എന്നത് പാടെ നമ്മൾ ഇല്ലാതെയാക്കണം. ഈ മടി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നല്ലവണ്ണം ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറായ വ്യക്തി കൂടെ നമ്മൾ ആവണം. നല്ലവണ്ണം എന്ന് വെച്ചാൽ നല്ലവണ്ണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. എന്നാലേ നമുക്ക് നമ്മളെ ബിസിനസ്സിനെ ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ നമ്മളോട് സാധിക്കുകയുള്ളൂ. താങ്ക് യു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാക്ക് പാലിക്കുക എന്നത്. ഇപ്പോൾ ഒരാൾ നമ്മുടെ കമ്പനിയിലുള്ളൊരു സാധനം ഇന്ന ടൈമിൽ അല്ലെങ്കിൽ ഇന്ന ദിവസത്തേക്ക് അയാൾ വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ടൈമിൽ എന്നെ അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കൊണ്ടുപോയി എത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അയാൾ വേറെ ആളെ സമീപിക്കും. നമുക്ക് അതൊരു അടിയായി മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ കൂലിക്കോ അല്ലെങ്കിൽ ശമ്പളത്തിനോ വേണ്ടിയിട്ട് നമ്മൾ പണിക്കാരെ നമ്മൾ നിർത്തും. അയാൾക്ക് കൊടുക്കേണ്ടതായ ക്യാഷ് ആ സമയത്ത് തന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ പതിയെ അയാൾ വേറെ ഒരു ജോബ് വേക്കൻസിക്ക് തേടി പോകും. ഒരു പക്ഷേ അയാളെ പോലെ ഒരു മേക്ക് ചെയ്യുന്ന ഒരാൾ നമ്മളിൽ അന്വേഷിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതും നമ്മൾ കമ്പനിക്ക് ഒരു അടിയായി മാറും.